നമസ്കാരം, റാഫി മാഷാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പഞ്ചീവിയിൽ കംപ്ലൈൻറ്റ്, അതിൻ്റെ ഒരു സിഗ്നൽ വന്ന് കൂളൻറ്റിൻ്റെ കംപ്ലൈൻറ്റുമായി. അപ്പോൾ പോസ്റ്റ് ചെയ്ത് അടുത്ത ദിവസം തന്നെ എനിക്ക് ടാറ്റയുടെ ഒഫീഷ്യൽസിൻ്റെ കോൾ വന്നു. അവർ വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു, എന്താണ് കംപ്ലൈൻറ്റ് ചോദിച്ചു. അപ്പോൾ എല്ലാ വിഷയങ്ങളും പറഞ്ഞു. അതിനുശേഷം അവർ അത് നേരെ 2 മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ലെക്സോണിലാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അങ്ങനെ അവർ ലെക്സോണിലേക്ക് കണക്ട് ചെയ്തു. ആദ്യം അവർ ലെക്സോൺ ഏറ്റുമാനൂർക്കാണ് കണക്ട് ചെയ്തത്. അവിടെ ഉണ്ണി എന്ന് പറയുന്നൊരു അവരുടെ കസ്റ്റമർ കെയർ മാനേജറെ സംസാരിച്ച്, അതിനുശേഷം അവർ അവിടുന്ന് നേരെ കോട്ടക്കലിലേക്ക് കണക്ട് ചെയ്തു. കോട്ടക്കലിൽ കസ്റ്റമർ കെയർ മാനേജർ ജംഷീദ് ആൾ ഉഷാറാണ്. കാരണം ഞാൻ 2-3 വട്ടപ്പാടെ സർവീസിന് പോയപ്പോഴൊക്കെ വളരെ നമുക്ക് ഒരു കസ്റ്റമർ കെയർ മാനേജറുടെ എല്ലാ ക്വാളിറ്റി ഉള്ള ഒരാളാണ്. പിന്നെ ജംഷീദ് നല്ല കെയറിങ് ആണ്, കസ്റ്റമേഴ്സ് നല്ല കെയറിങ് ആണ്, സംശയമൊന്നുമില്ല. നല്ല എക്സ്പീരിയൻസോട് പറയുന്നതാണ്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ അങ്ങനെ ഈ ജംഷീദ് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു. മാഷെ നിങ്ങളെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്, അതിന് പരാതി അവർ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നൊരു വിഷയം എന്ന് വെച്ചാൽ, പിന്നെ ഇതിൽ ഈ കൂളൻ്റാണ് ഇതിൻ്റെ വിഷയം, അത് ഓക്കെയാണ്, കൂളൻ്റുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം. അപ്പോൾ ഈ കൂളൻറ്റിൻ്റെ പമ്പിങ്ങിൻ്റെ മായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ അവർ പറയുന്ന അവസാനത്തെ ഫൈൻഡിങ്സ് അവർ പറയുന്നത് വെച്ചാൽ, അത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ് വരേണ്ടത്. അപ്പോൾ അവരതിന് ആവശ്യപ്പെട്ട സമയം മാക്സിമം പിന്നെ ഒരു 15 ദിവസമാണ്. മാക്സിമം 15 ദിവസം കൊണ്ട് ഈ വിഷയം പരിഹരിച്ച് തരാം എന്നാണ് അവർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പറഞ്ഞത്, അത് 2 തരത്തിലാണ്. ചിലത് പമ്പ് സെറ്റ് മാറ്റിയിട്ടാണ് പരിഹരിക്കുന്നത്. എന്നാൽ ചില വണ്ടിക്ക് പമ്പ് സെറ്റ് മാറ്റി, പമ്പിന് കംപ്ലൈൻറ്റ് അല്ലാത്തതുകൊണ്ട് പമ്പ് സെറ്റ് മാറ്റിയിട്ടും അത് ശരിയാവാത്ത ഈ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻ നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനാണ് ഈ സമയം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്ന സമയത്ത് പമ്പ് സെറ്റ് മാറ്റേണ്ടതാണെങ്കിൽ പമ്പ് സെറ്റ് മാറ്റിയിട്ടാണ് അപ്ഡേഷൻ നടത്തുക. അല്ലെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് ആ അപ്ഡേഷനിലൂടെ തന്നെ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നതാണ്. എന്തായാലും ആ വിഷയം 15 ദിവസം പരിഹരിക്കാമെന്നാണ് ഇപ്പോൾ അവരെന്നോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്. നമ്മളത് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിൽ എൻ്റെ സംശയം ഞാൻ അവരോട് ചോദിച്ചു. കാരണം വെച്ചാൽ കുറേ ആളുകൾക്ക് ഈ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ, കാരണം ഇപ്പോഴേ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് ഇതിന് വല്ല അപകടം സംഭവിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം അതാണ് നമുക്ക് ഏറ്റവും പ്രശ്നമുള്ളത്. അതിന് പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ, അതൊരു ജസ്റ്റ് ഒരു സൂചന മാത്രമാണ്. ആ സൂചന നമ്മൾ പിന്നെ കംപ്ലൈൻ്റായി വരുന്ന എപ്പോഴും വെച്ചാൽ, കൂടുതൽ പ്രശ്നമായി വരുന്ന എപ്പോഴും വെച്ചാൽ, അതിൽ പമ്പിങ് കൃത്യമായി നടക്കാതെ ഹീറ്റ് ആവുകയോ അതുമായി ബന്ധപ്പെട്ട മോട്ടറിൽ എന്തെങ്കിലും വരികയോ ചെയ്യുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. പക്ഷെ അതിന് മുന്നേ നമുക്ക് കൃത്യമായിട്ട് ഒരു ക്രിട്ടിക്കൽ അലേർട്ട് ഒരു മെസ്സേജ് വരുന്ന പറയുന്നത്. എന്തായാലും വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നാൽ എത്രയും പെട്ടെന്ന് ക്രിട്ടിക്കൽ അലേർട്ട്, പിന്നെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള സർവീസ് സെൻറ്റർ കോൺടാക്ട് ചെയ്യുക, സർവീസ് സെൻറ്റർ കോൺടാക്ട് ചെയ്യാനുള്ള മെസ്സേജ് നിർബന്ധമായി വരും. അത് വരുമ്പോഴാണ് ഇതൊരു ക്രിട്ടിക്കൽ പ്രശ്നമായി മാറുന്നത്. ഇത് ജസ്റ്റ് ഒരു സൂചന മാത്രമാണ്, അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ക്രിട്ടിക്കൽ കെയർ മെസ്സേജ് വരുന്നതിന് മുന്നേ, അത് അങ്ങനെ പ്രശ്നം വരാതെ തന്നെ അവർ ഈ വിഷയം പരിഹരിച്ച് തരാമെന്നൊരു വാക്ക് ആണ് ഇപ്പോൾ ടാറ്റയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ പറയുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ കമ്പനിയിലുള്ള കുറേ വണ്ടിക്കാരുണ്ട്, അവർ പലരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം, പലർക്കും മറുപടി ഇട്ടിട്ടുണ്ടാവാം. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്, ഞാൻ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. കാരണം ഈ കംപ്ലൈൻറ്റ് ഉള്ള ആളുകൾക്കാണ് പറയുന്നത്, നിങ്ങളിതിൽ ആരുടെയെങ്കിലും ക്രിട്ടിക്കൽ അലേർട്ട് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് അത് കോൺടാക്ട് സെൻറ്ററിൽ, സർവീസ് സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യണം. കാരണം അത് വണ്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലാത്ത അവസ്ഥയാണ്. അതല്ല, ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു 15 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുക, ഉടൻ തന്നെ അത് നമുക്ക് പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുവരെ വെയിറ്റ് ചെയ്തിട്ട് സംഭവം നടക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത ഘട്ടം, അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക്, വീഡിയോകളിലേക്ക് പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രതികരണത്തിന് ടാറ്റയ്ക്ക് അതുപോലെ ലെക്സോണിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മളൊരു പരാതി രജിസ്റ്റർ ചെയ്തു, ഒരു വീഡിയോ ചെയ്തു, ഉടനെ തന്നെ നമ്മൾ അവർ കോൺടാക്ട് ചെയ്യുന്നു. അതിന് അവരൊരു പ്രതികരണം ശരിയാക്കി തരാമെന്നൊരു ഒരു സമയം പറയുന്നു. ആ സമയം കൊണ്ട് അവർ ശരിയാക്കി തരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇത് കാണുമ്പോൾ പലരും പറയും അങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടുണ്ട്, കുറേ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവാം. എൻ്റെ ആദ്യ അനുഭവമാണ്. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ഇനി ആ ഒരു ഡേറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് എന്താ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ പറയാം. ഓക്കെ, ബൈ.